Good morning all. Today we are going to discuss about principles involved in developing website. എന്തൊക്കെയാണ് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഡിസൈനേഴ്സ് നോക്കേണ്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് ഫോളോ ചെയ്യേണ്ടത്. Web design is not only concerned with the appearances of a website but also its working and responsiveness. ഇപ്പോൾ എങ്ങനെ ഒരു വെബ്സൈറ്റ് അപ്പിയർ ചെയ്യുന്നു എന്നുള്ളതല്ല, ഇപ്പോൾ അത് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കാം എന്നുള്ളതല്ല കാര്യം. പിന്നെ എന്താണ്, അത് എന്തുമാത്രം റെസ്പോൺസീവ്നെസ് ആണ് എന്നാണ് കാര്യം. അതായത് ഒരു വെബ്സൈറ്റിൻ്റെ എയിം എന്താണ്, ഒരു കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് കണ്ടുകൊണ്ട് അതിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ വായിച്ച് നോക്കുക, അല്ലെങ്കിൽ കമ്പനീസിനെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക, എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ നമ്മുടെ കസ്റ്റമേഴ്സിൽ വരുത്തുക എന്നുള്ളതാണ് ഒരു വെബ്സൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. In web design, designers include not just those elements that add a visual appeal to it but also try to make it highly responsive, functional, quick and useful. എങ്ങനെ ഒരു വെബ് പേജ് അപ്പിയർ ചെയ്യുന്നു എന്നതിലുപരി എന്തൊക്കെയാണ് ഒരു ഡിസൈനേഴ്സ് നോട്ടീസ് ചെയ്യേണ്ടത്? ഹൈലി റെസ്പോൺസീവ് ആയിരിക്കണം, ഫങ്ഷണൽ ആയിരിക്കണം, ക്വിക്ക് ആൻഡ് യൂസ്ഫുൾ ആയിരിക്കണം. So, in order to create a highly usable and efficient website, designers follow certain principles which are given below. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആക്സസിബിലിറ്റി. എന്താണ് ആക്സസിബിലിറ്റി? An important principle that must be considered when designing a website is its accessibility. ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ആണ്. അതെന്താ കാര്യം? When a visitor enters the website, he must be able to access each bit of information in an easiest manner. ഒരാൾ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ അയാൾ ഉദ്ദേശിക്കുന്ന കാര്യം, എന്തുദ്ദേശിച്ചാണോ അയാൾ ആ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നത്, ആ കാര്യം ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ആളെന്താണ്, ഒരു പൈത്തൺ കോഴ്സിന് ചേരാൻ പോകുന്ന ഒരാൾ ഇപ്പോൾ എവിടേക്കാണ് പൈത്തൺ കോഴ്സ് ഉള്ളത് എന്നൊക്കെ പൈത്തൺ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ എവിടേക്കാണ് പൈത്തൺ കോഴ്സ് ഉള്ളത് ആ സെൻറ്ററുകളൊക്കെ ഗൂഗിൾ തരും. അപ്പോൾ ഏതെങ്കിലും ഒരു സെൻറ്റർ എടുക്കുമ്പോൾ അതിൻ്റെ ഹോം പേജാണ് വരിക. ഏത് സെൻറ്ററാണ്, സെൻറ്ററിൻ്റെ പേര്, അത് എവിടെയാണ് ഉള്ളത്, അവിടെ ഏതൊക്കെ കോഴ്സാണ്, അതിലൊരു കോഴ്സായിരിക്കും പൈത്തൺ. അപ്പോൾ ആൾ ഉദ്ദേശിക്കുന്നത് പൈത്തൺ കോഴ്സ് ആക്സസിബിൾ ആവണം. അപ്പോൾ അത് സെർച്ച് ചെയ്യാനുള്ള ഒരു ആക്സസിബിലിറ്റി, പെട്ടെന്ന് തന്നെ കോഴ്സസ് ഏതൊക്കെയാണ് എന്ന് കാണാനുള്ളൊരു ആക്സസിബിലിറ്റി, അതായത് ഹോം പേജിൽ തന്നെ ഉള്ള ആ ഒരു ഇമ്പോർട്ടൻറ്റ് നമ്മൾ കൊടുക്കേണ്ട ഫാക്ടേഴ്സ്, പെട്ടെന്ന് തന്നെ നമുക്ക് എന്താവണം, നമ്മുടെ ഇൻഫർമേഷൻസിനെ ആക്സസ് ചെയ്യാൻ പറ്റണം. അതാണ് ആക്സസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. This means that the text must be legible, the colors must not be harsh on these eyes and the background must not overpoint the content. അതായത് ടെക്സ്റ്റ് മസ്റ്റ് ബി ലെഗിബിൾ എന്ന് വെച്ചാൽ നമുക്ക് വായിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം. അതായത് വലിച്ചു വാരിയൊന്നും ഇടാണ്ട് വ്യക്തമായി അടുക്കി വെച്ച് നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്സ്റ്റ് ആയിരിക്കണം. നമ്മുടെ കണ്ണിന് ഭയങ്കര ഹാഷായിട്ടുള്ള കളേഴ്സ് ആയിരിക്കരുത്. പിന്നെ എന്താണ്, ബാക്ക്ഗ്രൗണ്ട് ആയാലും സിമ്പിൾ ആയിരിക്കണം. നമ്മളെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നതും നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ഇതൊക്കെയാണ് ആക്സസിബിലിറ്റിയിൽ പറയുന്നത്. ദെൻ ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഫുൾ ടൈമും ഓൺലൈനിൽ ഇരിക്കുന്ന ആളായിരിക്കും അല്ലേ. അപ്പോൾ ആൾ ഉദ്ദേശിക്കുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും ബിസിനസ്സുമായിട്ടും ഓർഗനൈസേഷനുമായിട്ടും ഇൻട്രാക്ട് ചെയ്യാൻ കഴിയണം ഓൺലൈനിൽ ഇരിക്കുന്ന സമയത്ത്. Then customers and potential customers can visit website for support or to get information about new and upcoming products and services whenever it is convenient for them. അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർ ഉദ്ദേശിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിൻ്റെ ഒരു നമ്മൾ കമ്പനിയുടെയോ ബിസിനസ്സിൻ്റെയോ ന്യൂ അപ്ഡേഷൻ എന്തൊക്കെയാണ് അപ്കമിങ് ഇവൻറ്റ്സ്, എന്തൊക്കെയാണ് അപ്കമിങ് പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ വെബ്സൈറ്റ് നോക്കിയാൽ അറിയാൻ കഴിയണം. Therefore, it is highly necessary to design a professional looking website with easy to find relevant information about business. അതായത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വെബ്സൈറ്റ് എന്താണ് ബിസിനസ്സിന് ഇമ്പോർട്ടൻ്റ് ആണ്. വിത്ത് ഈസി ടു ഫൈൻഡ് ആയിരിക്കണം, റെലവൻറ്റ് ഇൻഫർമേഷൻ കണ്ടെയ്ൻ ചെയ്യണം. ഈസി ടു ഫൈൻഡ് അതായത് നമുക്ക് എളുപ്പത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻഫർമേഷനെ കണ്ടുപിടിക്കാൻ പറ്റണം. പിന്നെ ഇൻഫർമേഷൻ റെലവൻ്റ് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനും പറ്റണം. Thus, website will act as an invaluable and always available resource for information. അതായത് വെബ്സൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഓൾവേസ് അവൈലബിൾ ആയിരിക്കണം. പിന്നെന്താണ് ഇന്നലെ പറഞ്ഞത്, വെബ്സൈറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഓൺലൈൻ സെൻറ്റർ ആണ്. ആ ബിസിനസ്സിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൻ്റെ വെബ്സൈറ്റിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കണം. അതാണ് ആക്സസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് എന്താണ്, സിംപ്ലിസിറ്റി.
നെയിം സജസ്റ്റ് ദാറ്റ് സിംപ്ലിസിറ്റി എന്താണ്, ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരിക്കണം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെ നമ്മൾ തന്നെ ചിലപ്പോൾ ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഓ വേറെ എടുത്ത് നോക്കാം എന്ന് തോന്നും അല്ലേ. അങ്ങനെ ഒരു ചിന്ത കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ വരരുത്. വെബ്സൈറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കണം. Companies should keep their website simple and clean along with a user-friendly interface to help visitors search for information they needed easily. അപ്പോൾ വിസിറ്റേഴ്സിന് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഈസിലി ആയിട്ട് സെർച്ച് ചെയ്ത് എടുക്കാൻ എന്ത് ചെയ്യണം, കഴിയണം. They will not tolerate a cluttered website where it is difficult to find information they are searching. എന്താണ് cluttered എന്ന് വെച്ചാൽ, അതായത് അലങ്കോലമായിട്ട് വലിച്ചു വാരിയിട്ടേക്കുക, അതൊക്കെയാണ് ഒരു cluttered എന്ന് വെച്ചാൽ വാക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇൻഫർമേഷൻ ഇട്ടേക്കുന്നതെങ്കിൽ നമുക്ക് എന്താ പെട്ടെന്ന് മനസ്സിലാവത്തില്ല, എവിടേക്കാണ് ഏതൊക്കെയാണ് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊന്നും അല്ലാണ്ട് ഈസി ആയിട്ട് എന്താ അടുക്കി വെച്ചേക്കുന്ന ഇൻഫർമേഷൻ ആയാലും എന്തായാലും അടുക്കി നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കും സിമ്പിൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ദെൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കണ്ടന്റ്. Everyone who visits a website is looking for some kind of information or content, and thus it is very important to communicate with them clearly and in engaging manner. അതായത് ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും എന്താണ് നോക്കുക, കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരിക്കും എന്തായാലും ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നത്. The information must be compelling, easy to read and easy to process. എന്ന് വെച്ചാൽ എന്താണ് കമ്പലിംഗ് എന്ന് വെച്ചാൽ അട്രാക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ എന്തെങ്കിലും ഇൻഫർമേഷൻ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റ് നോക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് അത് നല്ല അട്രാക്റ്റീവായിട്ട് തോന്നണം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ വിസിറ്റേഴ്സിന് ഉണ്ടാവണം. ഈസി ടു റീഡ് ആയിരിക്കണം, ഈസി ടു പ്രോസസ്സ് ആയിരിക്കണം. വായിക്കാൻ എളുപ്പമുള്ളതാണെങ്കിൽ നമ്മൾ വായിച്ച് നോക്കുള്ളൂ അല്ലേ. കുറേ സെൻറ്റൻസുകളും കുറേ പാരഗ്രാഫും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വായിച്ച് നോക്കില്ല. അപ്പോൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള വേർഡ്സിൽ ഷോർട്ടായിട്ട് നമ്മുടെ കമ്പനീനെ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കണം വെബ്സൈറ്റിൽ. Then എന്താണ്, thus websites are not just about colors, layout or graphics alone, but a major role is played by its contents. വെബ്സൈറ്റ് എന്ന് പറയുന്നത് കളർ കൊണ്ട് അട്രാക്റ്റീവ് ചെയ്യാം, ലേഔട്ട് കൊണ്ടൊക്കെ അട്രാക്റ്റീവ് ചെയ്യാം, പക്ഷേ ഒരു മേജർ റോൾ എന്തിനാണ്, അതിൻ്റെ കണ്ടൻസിനാണ് അല്ലേ. കണ്ടൻസ് റീഡ് ചെയ്തിട്ടാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ആയാലും കമ്പനിയുടെ ആയാലും പ്രൊഡക്റ്റിനെ പറ്റിയും സർവീസസിനെ പറ്റിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതാണ് പറഞ്ഞത്, കണ്ടൻ്റ് ആണ് വെബ്സൈറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് തിങ്. കളേഴ്സും ലേഔട്ടും ഒക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, പക്ഷേ എന്നാലും ആ കളേഴ്സും ലേഔട്ടും കൊണ്ട് നമുക്ക് ഒരു കമ്പനീനെ പറ്റി മനസ്സിലാക്കാൻ പറ്റില്ല. കണ്ടൻസ് തന്നെ വായിച്ച് നോക്കണം, എന്നാലേ എന്തൊക്കെയാണ് സർവീസസ്, എന്തൊക്കെയാണ് അവരുടെ ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് അവരുടെ ഓഫേഴ്സ് എന്നൊക്കെ നമുക്ക് കണ്ടൻസ് വായിച്ച് നോക്കിയാലേ മനസ്സിലാവാൻ പറ്റുള്ളൂ. Then, over the past few years, unique and high quality content has gained highest importance in world of web development. Then, good content helps website to grow on search engines like Google and is easy to optimize. Then, എന്താണ്, communication is not just about providing written information, but also about images and multimedia such as videos and audio pieces. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ വായിക്കുന്നതിൽ കൂടെ മാത്രമല്ല നമുക്ക് കിട്ടുക അല്ലേ. നമ്മൾ എന്തെങ്കിലും ഇമേജസ് കാണുമ്പോഴോ എന്തെങ്കിലും വീഡിയോസ് കാണുമ്പോഴോ ഓഡിയോ പീസസ് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ റിട്ടൺ ആയിട്ടുള്ള കണ്ടൻസ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ ഇമേജസ് ആയാലും വീഡിയോസ് ആയാലും അതൊക്കെ എന്താണ്, നമ്മളുടെ കണ്ടൻറ്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ദെൻ അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് എന്താണ്, വിസിബിൾ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. വെബ് ഡിസൈൻ ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ എ കൺസെപ്റ്റ് കോൾഡ് വിസിബിൾ ലാംഗ്വേജ്. According to this concept, visible language is the content people see on the screen and involves 3 fundamental principles. അപ്പോൾ വിസിബിൾ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഈ കൺസെപ്റ്റിൽ തന്നെ 3 പ്രിൻസിപ്പിൾ ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഓർഗനൈസ്. The first principle of visible language or effective communication is to provide the visitors a clear and highly consistent layout or structure. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓർഗനൈസ് ആണ്. ഈസി ആയിട്ടും എഫക്റ്റീവായിട്ടും എങ്ങനെ നമുക്ക് നമ്മുടെ കണ്ടൻറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് ഓർഗനൈസ്. എന്താണ് ഓർഗനൈസ് എന്ന് വെച്ചാൽ, നമ്മളുടെ ലേഔട്ട് ആയാലും അതായത്
This includes the layout involving the division of content, consistency, navigation as well as visual appeal. അതായത് കണ്ടന്റിൻ്റെ ഡിവിഷൻ ആയാലും കൺസിസ്റ്റൻസി ആയാലും നാവിഗേഷൻ ആയാലും എല്ലാം എന്താ വിഷ്വലി നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതും വിഷ്വലി അട്രാക്റ്റീവും ആയിരിക്കണം. അതാണ് ഓർഗനൈസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിരിക്കണം ഒരു വിസിറ്ററിന്. നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു ലുക്ക്, അതായത് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, ഒരു അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു വെബ്സൈറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിനെ പറ്റിയോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. In order to make website communicate effectively, it is necessary to organize and place blocks of information in an easy to process manner. അതായത് ഓരോ ഇൻഫർമേഷനും എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എല്ലാ ഇൻഫർമേഷനും ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല അധികം, അല്ലേ? ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ പേര്, അതിരിക്കുന്ന സ്ഥലം ഏതാണ്, അല്ലെങ്കിൽ ഒരു അതിൻ്റെ പ്ലേസ് എവിടെയാണ്, ഗൂഗിൾ മാപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. അപ്പോൾ അതിനൊക്കെ ഓരോരോ ഇമ്പോർട്ടൻ്റ് സ്ഥലത്ത് വെക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് നമ്മൾ എന്ത് ചെയ്യാം, അത്ര ഹൈലി ഇതായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ വെബ്സൈറ്റിനെ ഓർഗനൈസ് ചെയ്യുക. Then economize. എന്താണ് economize എന്ന് വെച്ചാൽ, this principle involves achieving more by utilizing less. അതായത് ലെസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് മോർ അച്ചീവ് ചെയ്യാൻ പറ്റണം. This means that designer must try to deliver the more information with less visual elements. Less visual elements യൂസ് ചെയ്തുകൊണ്ട് more information പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെബ് ഡിസൈനർക്ക് കഴിയണം. കുറേ വിഷ്വൽ എലമെൻറ്റ്സ് ആയാൽ തന്നെ നമുക്കൊരു ഇതാണല്ലേ കണ്ണിന്. കുറേ ഗ്രാഫിക്സ് ആയാലും കുറേ ഡ്രോപ്പ് ഡൗൺ ആയാലും കുറേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു വെബ്സൈറ്റൊക്കെ എടുക്കുമ്പോൾ കാണില്ലേ, ഒരിടത്ത് നിൽക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ഇമേജസും സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമേജസും ഒക്കെ കുറേ അത്തരത്തിലുള്ള ഇമേജസ് ആയാലും നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ കുറച്ചുകൊണ്ട് എങ്ങനെ മോർ ഇൻഫോർമേറ്റീവ് ആക്കാം എന്നാണ് എക്കണോമൈസ് പറയുന്നത്. Then communicate. എന്താണ് communicate? The user interface of the web design must be such that users are able to understand everything in most convenient way. There must be a balance between readability, legibility, color, texture and views. അപ്പോൾ എന്താണ്, the user interface of business design must be such that users are able to understand everything most convenient way. അതായത് ഒരു വെബ്സൈറ്റ് നോക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ യൂസേഴ്സിന് മനസ്സിലാവണം എന്താണ് ഈ ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പ്രൊഡക്റ്റ്, എങ്ങനെയൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റണം. മോസ്റ്റ് കൺവീനിയൻറ്റ് വേ അണ്ടർസ്റ്റാൻഡ് ആവാൻ പറ്റണം ഒരു വിസിറ്ററിന്. ദർ മസ്റ്റ് ബി എ ബാലൻസ് ബിറ്റ്വീൻ, അതായത് നല്ല റീഡബിലിറ്റി ഉണ്ടായിരിക്കണം, ലെജിറ്റിവിറ്റി, കളർ, ടെക്സ്ചർ എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള ഒരു വെബ്സൈറ്റ് മാത്രമേ നല്ലതുപോലെ എന്താണ് വിസിറ്ററുമായിട്ടോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സുമായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. Then besides this, the content given on the website must be appropriate, well written and easy to understand and should be written keeping in mind the concept of search engine optimization. എന്താണ് പിന്നെ the content given on the website must be appropriate ആയിരിക്കണം, well written ആയിരിക്കണം and easy to understand ആയിരിക്കണം. നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതായിരിക്കണം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് വായിച്ചാലോ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോഴോ നമ്മൾ ടി വിയിലായാലും അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിനെ സ്ട്രൈക്ക് ചെയ്യും, അല്ലേ? പെട്ടെന്ന് നമുക്ക് ഓർക്കാൻ പറ്റും അത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം ഇൻ കൺവീനിയൻറ്റ് വേ. ദെൻ fourth one is navigation. എന്താണ് നാവിഗേഷൻ? നാവിഗേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ വെബ്സൈറ്റ്. നാവിഗേഷൻ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, ഇൻ മെനി കേസസ് വിസിറ്റേഴ്സ് ഫേസ് ഫ്രസ്ട്രേറ്റിംഗ് എക്സ്പീരിയൻസസ് ബിക്കോസ് ദേ ആർ അണേബിൾ ടു ഫിഗർ ഔട്ട് വെയർ ടു ഗോ ഓർ വെയർ ദേ ആർ. അതായത് ഇപ്പോൾ നമ്മൾ ഒരു വെബ്സൈറ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഹോം പേജ് ആയിരിക്കും. ആ ഹോം പേജിൽ നിന്നായിരിക്കും ബാക്കിയുള്ള എല്ലാ പേജിലേക്കുമുള്ള ബട്ടൺസ് ആയാലും ലിങ്ക് ആയാലും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഹോം പേജിൽ തന്നെ ആ നാവിഗേഷൻ ബട്ടൺസ് എല്ലാം കൊടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലതാണെങ്കിൽ ചിലത് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടെ പോകാനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് നാവിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ നാവിഗേഷൻ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള വേയിൽ കൊടുത്താൽ തന്നെ ഒരു വെബ്സൈറ്റ് അട്രാക്റ്റീവ് ആയിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു
വെബ്സൈറ്റ് ആയിരിക്കും. Then therefore web designer should have a clear idea about managing navigation in a website. ഇപ്പോൾ ഹോം പേജിൽ തന്നെ ലോഗിൻ എന്നുള്ള ബട്ടൺ കൊടുക്കാം, ഹോം പേജ് തന്നെ എബൌട്ട് അസ് കൊടുക്കാം, പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്നുള്ള ലിസ്റ്റ് അങ്ങനെയുള്ള ഒരു ഡ്രോപ്പ് ഡൗൺ ബട്ടൺ കൊടുക്കാം. അങ്ങനെയൊക്കെയുള്ള ബട്ടണൊക്കെ ആകുമ്പോൾ എന്താണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു വെബ്സൈറ്റ് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നും, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നത്തുമില്ല. There are a few common rules to remember here. എന്തൊക്കെയാണ്? Buttons meant for navigation should be placed at the top of the page so that it is easy to identify it. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബട്ടൺസ് ഒക്കെ നമുക്ക് ഹോം പേജിൻ്റെ ടോപ്പിൽ തന്നെ കൊടുക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ടോപ്പിൽ തന്നെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ബട്ടൺസ് ഒക്കെ കൊടുക്കാൻ പറ്റും. They should look like navigation buttons and be well described. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം നാവിഗേഷൻ ബട്ടൺ ആണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് പേജിലേക്ക് പോകാനുള്ള ഒരു ലിങ്ക് ആണ് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം. ആ ഒരു ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം. ലോഗിൻ എന്നൊരു ബട്ടൺ കാണുമ്പോൾ നമുക്ക് എന്താ പെട്ടെന്ന് മനസ്സിലാവും അല്ലേ, ഇത് ലോഗിൻ ചെയ്യാനുള്ളതാണ്. അല്ലെങ്കിൽ രജിസ്റ്റർ എന്ന് കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. The text of a button should be very clear. ആ ബട്ടൻ്റെ ടെക്സ്റ്റ് എന്താവണം, വെരി ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റണം, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് നാവിഗേഷൻ യൂസബിൾ ആയിട്ടുള്ള നാവിഗേഷനും ആയിരിക്കണം. പല ഒത്തിരി പേജിലേക്കുള്ള നാവിഗേഷൻ കീസും പാടില്ല അല്ലേ. അങ്ങനെ കുറേ നാവിഗേഷൻ വന്നാലും നമുക്ക് കൺഫ്യൂഷൻ ആവും, അപ്പം അതും പാടില്ല. വെബ് ഡിസൈനർ മേ ബി ടെംപ്റ്റഡ് ടു ഡിഫറൻഷിയേറ്റ് ദ സൈറ്റ് ബൈ യൂസിങ് ഫാൻസി flash presentation which may make it difficult for customers to find what they are looking for quickly. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലാഷ് പ്രസൻറ്റേഷൻ ഇങ്ങനെ ഫ്ലാഷ് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതായിരിക്കും ഒരു നാവിഗേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഫ്ലാഷ് വരുന്ന ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്താൽ ചിലപ്പോൾ വേറൊരു പേജിലേക്ക് പോവാം. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, കസ്റ്റമേഴ്സിന് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും അങ്ങനെ ആ ഒരു ഫ്ലാഷിൽ ക്ലിക്ക് ചെയ്താൽ വേറെ പേജിലേക്ക് പോവാം എന്ന് അറിയത്തില്ലായിരിക്കും. അപ്പോൾ എന്താണ് ഈസി എന്ന് പറയുന്നത്, നാവിഗേഷൻ ബട്ടൺ തന്നെയാണ് ഈസി. Therefore, it is always best to use standard practices to site navigation. Use drop downs with the clear headings that appear on every page. Include a sitemap and make sure that the search bar is easy to find. Then precedence. എന്താണ് precedence എന്ന് വെച്ചാൽ, A website is meant for providing information to visitors. ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് എന്താണ് മീൻ ചെയ്യേണ്ടത്, വിസിറ്റേഴ്സിന് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതായിരിക്കണം ഒരു വെബ്സൈറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് എയിം എന്ന് പറയുന്നത്. വൺ ഓഫ് ദി ഗ്രേറ്റ് ടൂൾസ് ടു ഡു ദിസ് ഈസ് precedence. Precedence ആണ് ഈ ഒരു കാര്യം, അതായത് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വൺ ഓഫ് ദി ഗ്രേറ്റ് ടൂൾ ആണ് precedence എന്ന് പറയുന്നത്. അപ്പോൾ it is about how much visual weight need to be given to different parts of a design. അപ്പോൾ അതാണ് precedence എന്ന് പറയുന്നത്. എന്താണ് നമ്മളുടെ it is about how much visual weight needed to be given to different parts of design. ഡിഫറെൻറ്റ് പാർട്സിന് കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ്, എല്ലാ പാർട്സിനും നമ്മൾ സെയിം ഇമ്പോർട്ടൻസ് അല്ല കൊടുക്കുക അല്ലേ. ഇപ്പോൾ എല്ലാത്തിനും സെയിം ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഒരു കമ്പനിയുടെ ലോഗോ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് തന്നെയാണ്. അപ്പോൾ ലോഗോയിൽ നമ്മൾ എന്താണ് ഹൈലി ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കണം, ഹൈലി നോട്ടീസബിൾ ആയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. For example, the logo of a company will be first seen in the most site. ഏത് സൈറ്റിലായാലും ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ കമ്പനിയുടെ ലോഗോയും കമ്പനിയുടെ പേരുമാണ് കാണുന്നത്. It is generally large and set at a prominent place, generally at the top left. അതായത് മിക്കവാറും എല്ലാ സൈറ്റ് എടുത്താലും അതിൻ്റെ കമ്പനിയുടെ പേരായാലും ലോഗോ ആയാലും ലെഫ്റ്റ് മോസ്റ്റ് സ്ഥലത്താണ് നമുക്ക് കാണാൻ പറ്റുക. അവിടെയായിരിക്കും നമ്മുടെ കണ്ണ് എപ്പോഴും ഫസ്റ്റ് പോവുക അല്ലേ. അട്രാക്റ്റീവ് ആയിട്ടുള്ള ലോഗോ അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കമ്പനിയുടെ പേര്, ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് നോട്ടീസബിൾ ആയിട്ടുള്ളത്. ദിസ് ഈസ് ദ ഫസ്റ്റ് പ്ലേസ് പീപ്പിൾ ലുക്ക് ആൻഡ് കോൾഡ് ഇറ്റ് ആസ് precedence. ഇതിനെയാണ് ഈ ഒരു ഫസ്റ്റ് പീപ്പിൾസിൻ്റെ ലുക്ക് പോകുന്ന ആ ഒരു സ്ഥലം, അതാണ് precedence എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോമിനൻ്റ് ചെയ്ത് കാണിക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കസ്റ്റമേഴ്സിൻ്റെ ആയാലും ലുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകും. ഇതാണ് precedence എന്ന് പറയുന്നത്. Then precedence also means directing the user's eyes through a sequence of steps. ഇപ്പോൾ പ്രോമിനൻ്റ് ചെയ്ത് കാണിക്കുന്ന ഭാഗത്ത് മാത്രമല്ല, പിന്നെന്താണ് അത് കഴിഞ്ഞ് പിന്നെ എവിടെയാണ് പോകേണ്ടത് കണ്ണ്, അത് കഴിഞ്ഞ് പിന്നെ എവിടെയാണ് നോക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ഡിസൈനേഴ്സിന് ഒരു ചിന്ത വേണം. അവർക്ക് അറിയാൻ പറ്റണം ഇത് കഴിഞ്ഞാൽ പിന്നെ എവിടെയായിരിക്കും കസ്റ്റമേഴ്സ് നോക്കുന്നത് എന്ന് അറിയാൻ പറ്റണം. For example, designer may want the user to go to from logo or brand
to a primary positioning statement, next to a punchy image, then to a main body text with the navigation and the sidebar taking a secondary position in the sequence. അതായത് ഇപ്പോൾ ലോഗോ കണ്ടു, കമ്പനിയുടെ പേര് കണ്ടു, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് അറിയേണ്ടത്, അതിൻ്റെ ബ്രാൻഡ് എന്താണ് ആ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ കണ്ടൻറ് എന്താണ്, പിന്നെ ഇമേജസ് ഉണ്ടെങ്കിൽ ഇമേജസ് നോക്കണം. അപ്പോൾ അങ്ങനെയാണ് ഒരു സീക്വൻസ് ഓഫ് ലിസ്റ്റ് പോകുന്നത്. ഒരു കസ്റ്റമേഴ്സ് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ സീക്വൻസിലായിരിക്കും അവർ സെർച്ച് ചെയ്യുന്നത് എന്ന് ഒരു വെബ് ഡിസൈനറിന് അറിയണം. അതാണ് പ്രസിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഗുഡ് സ്ട്രക്ചർ. A web page must have a good structure and should be simple to understand so that users would not have to think which way to go. അതായത് ഒരു വെബ്സൈറ്റിന് ഒരു ഗുഡ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ അത് സിമ്പിളായിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആവുള്ളൂ. അല്ലെങ്കിൽ ഹോം പേജ് വന്ന് നിന്ന് തന്നെ സ്റ്റക്കായി പോകും. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ വയ്യാത്തൊരു അവസ്ഥയായി പോകും അല്ലേ. അപ്പോൾ ഒരു ഗുഡ് സ്ട്രക്ചർ ഉള്ള ഒരു വെബ്സൈറ്റ് മാത്രമേ സിമ്പിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ആവുള്ളൂ. ഇറ്റ് മസ്റ്റ് ബി സെൽഫ് എക്സ്പ്ലനേറ്ററി. അതായത് വെബ്സൈറ്റ് തന്നെ ഒരു സെൽഫ് എക്സ്പ്ലനേഷൻ ആണ് വെബ്സൈറ്റിന് അല്ലേ. വെബ്സൈറ്റ് കാണുമ്പോൾ തന്നെ ആ വെബ്സൈറ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കമ്പനിയെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റണം. There should not be question marks or queries come up and make the navigation intuitive and simple. ഒരു നാവിഗേഷനെ പറ്റി നമുക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ക്വറീസ് ഒന്നും പാടില്ല. ഇനി ഏത് ബട്ടൺ ക്ലിക്ക് ചെയ്താലും നമുക്ക് ആ പേജിലോട്ട് പോകാൻ പറ്റും എന്നൊക്കെയുള്ളൊരു ഡൗട്ട്സ് നമുക്ക് എന്താവാൻ പാടില്ല, ഒരു വെബ് പേജ് വിസിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവാൻ പാടില്ല. This helps to increase the usability of the website and also makes it much more engaging. The structure must be free from loads of cognitive loads so that visitors don't have to wonder how to move from one point to another. എന്താണ് വെബ്സൈറ്റ് സിമ്പിൾ സ്ട്രക്ചർ ആണെങ്കിൽ തന്നെ ഒരു പേജിൽ നിന്നും വേറൊരു പേജിലേക്ക് മൂവ് ആകാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിന് ഡിഫിക്കൽട്ടീസ് ഒന്നും കാണില്ല. ആൻഡ് ദിസ് വിൽ ബി ഇൻക്രീസ് ദ യൂസബിലിറ്റി ഓഫ് ദ വെബ്സൈറ്റ് ആൻഡ് ഓൾസോ മേക്സ് ഇറ്റ് മച്ച് മോർ എൻഗേജിങ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, ആ ഒരു വെബ്സൈറ്റിൻ്റെ യൂസബിലിറ്റീനെ ഇൻക്രീസ് ചെയ്യുന്നു ആൻഡ് ആ വെബ്സൈറ്റിനെ മോർ എൻഗേജ് ആക്കി മാറ്റുന്നു. Then typography. എന്താണ് typography? Text is the most common element of design, so a lot of attention to be given on it. ടെക്സ്റ്റ് ആണ് ഒരു ഡിസൈനിൻ്റെ മോസ്റ്റ് കോമൺ എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കണം, മോസ്റ്റ് അട്രാക്റ്റീവ് ആക്കണം, മോർ അറ്റൻഷൻ കൊടുക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഫോളോയിങ് തിങ്സ് ക്യാൻ കൺസിഡർ ഇൻ ദിസ് റെസ്പെക്റ്റ്. അതായത് എന്തൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും ടെക്സ്റ്റിനെ ഇമ്പോർട്ടൻസ് ആക്കാൻ വേണ്ടിയിട്ടും അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടും എന്തൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോണ്ട് ചോയ്സസ്. എന്താണ് ഫോണ്ട് ചോയ്സസ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോൺസ് ആർ അവൈലബിൾ ഫോർ വെബ് ഡിസൈൻ. പലതരത്തിലുള്ള ഫോൺസ് വെബ് ഡിസൈൻ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മളൊരു വേർഡിൽ തന്നെ ഒരു ഡോക്യുമെൻറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്തോരം ഫോണ്ട് സൈസാണ് അവൈലബിൾ അല്ലേ. കുറേ ഫോണ്ട് സൈസും ഫോണ്ട് ചോയ്സസും നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഒരു വെബ് ഡിസൈനർക്കും കുറേ ടൈപ്സിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഫോൺസ് അവൈലബിൾ ആണ്. സം ലുക്ക് മോഡേൺ, സം ലുക്ക് അഗ്ലി. ചിലത് നല്ല മോഡേൺ ലുക്കായിരിക്കും, ചിലത് നമുക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായിരിക്കും. കുറേ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കേണ്ടി വരും ചില ഫോൺസ്. ചില ഫോണിൽ നമുക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ റീഡബിൾ ആയിരിക്കും. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു യൂസ് ദി റൈറ്റ് ഫോൺ ഫോർ ദി ജോബ്. അതായത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെയോ ആ ഒരു കമ്പനിയുടെയോ സ്വഭാവം അനുസരിച്ച് നമ്മൾ ഫോണ്ട് തീരുമാനിക്കുക. പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റീഡബിൾ ആയിട്ടുള്ള ഒരു ഫോണ്ട് ആയിരിക്കണം. അതാണ് ഫോണ്ട് ചോയ്സസ്. ദെൻ ഫോണ്ട് സൈസ്. നെയിം സജസ്റ്റ് ഫോണ്ട് സൈസ് എന്ന് വെച്ചാൽ എന്താണ്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കുറച്ച് വലിയ സൈസിൽ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് കുറച്ച് കുറവുള്ളത് കുറച്ച് ചെറിയ സൈസിൽ കൊടുക്കുക. അങ്ങനെയൊക്കെ ഒരു വെബ് ഡിസൈനറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഫോണ്ട് സൈസസ് ഒക്കെ നമുക്ക് തീരുമാനിക്കാം. ദെൻ സ്പേസിങ് ബിറ്റ്വീൻ ലൈൻസ് ആൻഡ് എവേ ഫ്രം അതർ ഒബ്ജക്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കൺസിഡർ. അതായത് ഓരോ ബ്ലോക്സ് തമ്മിലും അല്ലെങ്കിൽ ഓരോ സെൻറ്റൻസ് തമ്മിലും ഉള്ള സ്പേസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്, മോസ്റ്റ് ഈസിലി റീഡബിൾ ആയിരിക്കണം നമ്മുടെ വെബ്സൈറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ഓൾസോ വർത്ത് തിങ്ക് അബൌട്ട് സ്പേസിങ് ബിറ്റ്വീൻ ലെറ്റേഴ്സ് തമ്മിലുള്ള സ്പേസിങ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലൈൻ ലെങ്ത്. There is no hard and fast rule regarding line length, but generally it should not be too long. അതായത് വളരെ വലിയ ലെങ്ത് ഉള്ള ലൈൻസ് ഒക്കെ വായിച്ച് നോക്കാൻ ഒരു പെട്ടെന്ന് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. എല്ലാം കൂടി നമ്മൾ വായിച്ച് നോക്കുമോ? ഇല്ല. നമ്മൾ പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വായിച്ച് നോക്കും. അപ്പോൾ എന്താവണം, ലൈൻസ് ഷുഡ് നോട്ട് ബി ടു ലോങ്. ദെൻ കളർ. Suitable colors should be selected for text presentation.
ആ ഒരു വെബ്സൈറ്റിന് ലേഔട്ടിനും സ്ട്രക്ചറിനും ചേർന്ന ഒരു കളർ വേണം നമ്മൾ അല്ലെങ്കിൽ ഒരു വെബ് ഡിസൈനർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ എന്താ, ലോ കോൺട്രാസ്റ്റ് ടെക്സ്റ്റ് ലുക്സ് ഗുഡ് ബട്ട് ഡസൻ റീഡ് സോ വെൽ. ലോ കോൺട്രാസ്റ്റ് ടെക്സ്റ്റ് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും, പക്ഷേ അത് റീഡ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ അതൊക്കെ വെബ് ഡിസൈനേഴ്സ് കീപ്പ് ഇൻ മൈൻഡ് ചെയ്യേണ്ടതാണ്. ദെൻ പാരഗ്രാഫിംഗ്. എന്താണ് പാരഗ്രാഫിംഗ്? ഡിസൈനേഴ്സ് മസ്റ്റ് പ്രാക്ടീസ് ടു ജസ്റ്റിഫൈ ടെക്സ്റ്റ് എവരിവെയർ. എന്ന് വെച്ചാൽ എന്താ, ജസ്റ്റിഫൈ ടെക്സ്റ്റ് എന്ന് വെച്ചാൽ സ്പേസ് ഈസ് ആഡഡ് ബിറ്റ്വീൻ വേർഡ്സ് സോ ദാറ്റ് ബോത്ത് എഡ്ജസ് ഓഫ് ഈച്ച് ലൈൻസ് ആർ അലൈൻഡ് വിത്ത് ബോത്ത് മാർജിൻസ്. അതായത് രണ്ട് സ്ഥലത്തും മാർജിൻസ് ഒക്കെ വെച്ചിട്ട് നല്ല എന്താ സ്പേസ്, ലൈൻസിന് സ്പേസിങ്ങും അലൈൻമെൻറ്റും ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നതിനെയാണ് ജസ്റ്റിഫൈ എന്ന് പറയുന്നത്, ജസ്റ്റിഫൈ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്രിയേറ്റ്സ് നൈസ് എഡ്ജസ് ഓൺ ഏതർ സൈഡ് ഓഫ് പാരഗ്രാഫ്. പാരഗ്രാഫിൻ്റെ രണ്ട് സൈഡിലും ഒരു നല്ല എഡ്ജസ് വരാൻ വേണ്ടിയിട്ട് ഈ പാരഗ്രാഫിംഗ് അല്ലെങ്കിൽ ജസ്റ്റിഫൈഡ് ടെക്സ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അൺഫോർച്ചുനേറ്റ്ലി ജസ്റ്റിഫൈഡ് ടെക്സ്റ്റ് ടെൻസ് ടു ക്രിയേറ്റ് സ്ട്രേഞ്ച് ഗ്യാപ്സ് ബിറ്റ്വീൻ വേർഡ്സ് വെയർ ദേ ഹാവ് ബീൻ ഓട്ടോ സ്പേസ്ഡ്. അതായത് പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുക, പാരഗ്രാഫിൻ്റെ ആയാലും വേർഡ്സിൻ്റെ ഒക്കെ ഇടയിൽ സ്പേസ് വരാൻ വേണ്ടിയിട്ട് കൂടുതൽ ഗ്യാപ്പ് വരും ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ അതെന്താ, ദിസ് ഈസ് നോട്ട് ഗുഡ് ഫോർ സ്മൂത്ത് റീഡിങ്. ഒരു സ്മൂത്ത് റീഡിങ്ങിന് ഇത് it is not good for smooth reading. ഇതൊരു സ്മൂത്ത് റീഡിങ്ങിന് ഗുഡ് അല്ല. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റിക്ക് ടു ലെഫ്റ്റ് അലൈൻഡ് അൺലെസ് ടെക്സ്റ്റ് ദാറ്റ് ഹാപ്പൻസ് ടു സ്പേസ് ഔട്ട് പെർഫെക്റ്റ്ലി. അതായത് എന്താണ് ബെറ്റർ, ലെഫ്റ്റ് അലൈൻഡ് ടെക്സ്റ്റുകളായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പോൾ എന്താ മിഡിലായിട്ട് വരാണ്ട് ലെഫ്റ്റിൽ അലൈൻ ചെയ്ത് വെക്കുക പാരഗ്രാഫ്സ്. അപ്പോൾ നമുക്ക് ഈസി റീഡബിൾ ആയിരിക്കും, വളരെ പിന്നെ കൂടുതൽ ഗ്യാപ്പ് ഒന്നും വരാണ്ട് തന്നെ നമുക്ക് ടെക്സ്റ്റ് അലൈൻ ചെയ്ത് വെക്കാൻ പറ്റും. നെക്സ്റ്റ് 8th പ്രിൻസിപ്പിൾ എന്താണ്, സ്പേസിങ്. എന്താണ് സ്പേസിങ്? ദർ ഈസ് എ ടെൻഡൻസി ടു ഫിൽ എവറി അവൈലബിൾ സ്പേസ് ഓൺ വെബ് പേജ് വിത്ത് ഇൻഫർമേഷൻ. അപ്പോൾ ഒരു വെബ് പേജിൻ്റെ എല്ലാ സ്ഥലത്തും ഇൻഫർമേഷൻസ് കുത്തി നിറച്ച് വെക്കാൻ വേണ്ടിയിട്ട് വെബ് ഡിസൈനർമാർ നോക്കും. ഒന്നും എംപ്റ്റി ആയിട്ട് കളയരുത്, ഒന്നും വേസ്റ്റ് ആക്കി കളയരുത് എന്നുള്ളൊരു ചിന്ത വരും. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് എന്താണ്, ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും അല്ലേ. ഒരു വെബ്സൈറ്റ് കാണുമ്പോൾ തന്നെ കുത്തി നിറച്ച് വെച്ചേക്കുന്ന ഇൻഫർമേഷൻ നമുക്ക് വായിക്കാനും തോന്നില്ല, നോക്കാനും തോന്നില്ല. അപ്പോൾ എന്താണ്, ഇൻഫാക്ട് ഓപ്പോസിറ്റ് ഈസ് ട്രൂ. സ്പേസിങ് മേക്സ് തിങ്സ് ക്ലിയറർ. കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ, കുറച്ച് എംപ്റ്റി സ്പേസസ് ഒക്കെ ഉണ്ടെങ്കിൽ തിങ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുള്ളൂ. ഇൻ വെബ് ഡിസൈൻ ദെയർ ആർ 3 ആസ്പെക്ട് ഓഫ് സ്പേസ് ദാറ്റ് നീഡ് ടു ബി കൺസിഡേർഡ്. വെബ് ഡിസൈനിൻ്റെ കാര്യത്തിൽ സ്പേസിങ്ങിൽ 3 ആസ്പെക്ട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ലൈൻ സ്പേസിങ്. ലൈൻ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ദർ ഷുഡ് ബി അഡീക്വേറ്റ് സ്പേസ് ബിറ്റ്വീൻ ദ ലൈൻസ് ഓഫ് ദി ടെക്സ്റ്റ് ടു ഇംപ്രൂവ് റീഡബിലിറ്റി. റീഡബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ലൈൻസും തമ്മിൽ എന്ത് വേണം, സ്പേസ് വേണം, അഡീക്വേറ്റ് സ്പേസ് വേണം. എന്നാലും നമുക്ക് ഈസി ആയിട്ട് വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കുള്ളൂ. ദെൻ പാഡിങ്. എന്താണ് പാഡിങ് എന്ന് വെച്ചാൽ, പാഡിങ് ഈസ് ദ സ്പേസ് ബിറ്റ്വീൻ എലമെൻറ്റ്സ് ആൻഡ് ടെക്സ്റ്റ്. അതായത് എലമെൻറ്റ്സും ടെക്സ്റ്റും തമ്മിലുള്ള ഒരു സ്പേസ്, അതായത് ഇമേജസും ടെക്സ്റ്റും തമ്മിലുള്ള ഒരു സ്പേസ്, വീഡിയോയും ടെക്സ്റ്റും തമ്മിലുള്ളൊരു സ്പേസ്. അപ്പോൾ നമ്മളൊരു ഇമേജ് കൊടുത്തു, അത് എന്ത് ഇമേജാണ്, അത് എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്ന് നമ്മൾ എന്തായാലും ടെക്സ്റ്റിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ഇമേജും ആ ഒരു ഡിസ്ക്രൈബിങ് ടെക്സ്റ്റും തമ്മിലുള്ള സ്പേസ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ റീഡബിൾ ആവാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Putting space between text and the rest of the area makes it more readable and attractive. അപ്പോൾ എന്തുമാത്രം ടെക്സ്റ്റ്, അത് കുറേ ഈ സ്പേസ് കൊടുത്താലും എന്താണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഒരു മിനിമം ആയിട്ടുള്ള ടെക്സ്റ്റ് സ്പേസ് നമ്മൾ കൊടുക്കണം. ഏതൊക്കെ തമ്മിൽ? ടെക്സ്റ്റ് ആൻഡ് റെസ്റ്റ് ഓഫ് ദി ഏരിയ തമ്മിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനെ കൂടുതൽ റീഡബിൾ ആക്കാനും അട്രാക്റ്റീവ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ വൈറ്റ് സ്പേസ്. വൈറ്റ് സ്പേസ് എന്ന് വെച്ചാൽ എന്താണ്? കോമൺലി empty space ആണ് വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത്. വൈറ്റ് സ്പേസ് doesn't need to be white. Then the term simply refers to empty space on a page. empty space ആണ് വൈറ്റ് സ്പേസ് എന്ന് നമ്മൾ പറയുന്നത്. വൈറ്റ് സ്പേസ് ഈസ് യൂസ്ഡ് ടു ഗീവ് ബാലൻസ്, പ്രൊപ്പോർഷൻ ആൻഡ് കോൺട്രാസ്റ്റ് ടു എ പേജ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തിങ്സ് എല്ലാം കുത്തി നിറച്ച് വെക്കാണ്ട് കുറച്ച് എംപ്റ്റി ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വെബ്സൈറ്റ് മോർ സിമ്പിളും റീഡബിളും ആവുള്ളൂ. The 9th one എന്ന് പറയുന്നത് യൂസബിലിറ്റി. എന്താണ്? എ വെബ്സൈറ്റ് നോട്ട് ഓൺലി ലുക്സ് അട്രാക്റ്റീവ് ബട്ട് ഇറ്റ് ഷുഡ് ഓൾസോ ബി യൂസബിൾ. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ്നെസ്സിലല്ല കാര്യം, പക്ഷേ അത് എന്തുമാത്രം ഇൻഫർമേഷൻസ് നമുക്ക് തരുന്നു, അത് എന്തുമാത്രം യൂസബിൾ ആണ് എന്നതിനാണ് കാര്യം. നാവിഗേഷൻ, പ്രസിഡൻസ് ആൻഡ് ടെക്സ്റ്റ് ആർ സം ആസ്പെക്ട്സ് ഓഫ് യൂസബിലിറ്റി ആസ് ഡിസ്കസ്ഡ് ഏർലിയർ. നാവിഗേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രസിഡൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, പിന്നെന്താണ്, ഇത് രണ്ടും യൂസബിലിറ്റിയുടെ സം ആസ്പെക്ട്സ് തന്നെയാണ്. കുറച്ച് ആസ്പെക്ട്സും കൂടി ഉണ്ട്. എന്തൊക്കെയാണ്? അഡ്ഹറിങ് ടു സ്റ്റാൻഡേർഡ്സ്.
There are certain things people always expect about a web page. For example, if text has an underline, visitors expect it to be a link. അതായത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒരു വെബ്സൈറ്റിന് അല്ലേ. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഹോം പേജ് വരണം, അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്താ, ലോഗോ കാണണം, അതിൻ്റെ കമ്പനിയുടെ പേര് നമുക്ക് എന്താണ് വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റണം, അതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കാര്യമാണ്. പിന്നെന്താ, വേറെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കും ഒരു വെബ് പേജ് വിസിറ്റ് ചെയ്യുക. പിന്നെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ടെക്സ്റ്റുകൾക്ക് ഒരു അണ്ടർലൈൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കുക, അത് ഏതെങ്കിലും ഒരു ലിങ്ക് ആയിരിക്കും, ആ ടെക്സ്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ലിങ്ക് ആയിരിക്കും ആ ഒരു ടെക്സ്റ്റ് അണ്ടർലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിസിറ്റേഴ്സിന് അറിയാം. അപ്പോൾ അവർ അത് എക്സ്പെക്റ്റ് ചെയ്യും. ഡൂയിങ് അതർവൈസ് ഈസ് നോട്ട് എ ഗുഡ് യൂസബിലിറ്റി പ്രാക്ടീസ്. അപ്പോൾ ഒരു ലിങ്ക് കൊടുക്കാണ്ട് ഒരു ടെക്സ്റ്റിന് അണ്ടർലൈൻ കൊടുക്കുന്നത് എന്താണ്, ഒരു ഗുഡ് യൂസബിലിറ്റി പ്രാക്ടീസ് അല്ല, ഒരു ബാഡ് ഇംപ്രഷൻ ആയിരിക്കും തരാം. എല്ലാവർക്കും അറിയാം ഒരു ടെക്സ്റ്റിൽ അണ്ടർലൈൻ വന്നാൽ അത് എന്തായിരിക്കും, ഒരു ഹൈപ്പർ ലിങ്ക് ആയിരിക്കും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ടെക്സ്റ്റിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ഒരു ഡിസൈനറിൻ്റെ ഓപ്ഷനാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു വെബ് ഡിസൈനർ എന്തായാലും ഫോളോ ചെയ്യണം. Then users experience. Prototyping is a common tool used in web design which aims to actually try out a design. എന്ന് വെച്ചാൽ എന്താണ്, ഡിസൈനേഴ്സ് ചിലപ്പോൾ ഒരു ഡിസൈൻ ട്രൈ ചെയ്യും, ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാണ്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ് ചെയ്യാണ്ട് ഒരു ഡിസൈനറിൻ്റെ ഒരു ഇമാജിനേഷനിൽ ചിലപ്പോൾ ഒരു ഡിസൈൻ ട്രൈ ചെയ്യാം. ദിസ് ഈസ് ഡൺ ബിക്കോസ് വെൻ വി ആക്ച്വലി യൂസ് എ ഡിസൈൻ little things that make a big difference will be noticed. അതായത് ചിലപ്പോൾ ഒരു വലിയ ഡിഫറൻസ് നോട്ടീസ് ചെയ്യാൻ ഇതിൽ കൊണ്ട് പറ്റും. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാണ്ട് ഒരു ഡിസൈനറിൻ്റെ മനസ്സിലുള്ളതുപോലത്തെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ട്രൈ ചെയ്യാനാണ് യൂസേഴ്സ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ദെൻ യൂസേഴ്സ് ടാസ്ക്. എന്താണ് യൂസേഴ്സ് ടാസ്ക്? Designers should always bear in mind different types of tasks people might do on a site. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വിസിറ്റർ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ ആൾ ചെയ്യുക. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എന്താ, ആൾക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യണം അല്ലേ, ആൾക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യണം, അല്ലെങ്കിൽ ആൾക്കൊന്ന് രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ ലോഗിൻ ചെയ്യണം. ഇതൊക്കെ ആയിരിക്കും ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ ഒരാൾ ചെയ്യാം. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് ഡിസൈനറിൻ്റെ മനസ്സിൽ ഉണ്ടാവണം. Facility to do some common tasks on home page such as start shopping or placing a search box which always easily accessible. അതൊക്കെ ഈസിലി ആക്സസിബിൾ ആയിരിക്കണം. സെർച്ച് ചെയ്യുന്ന ആ ഒരു സെർച്ചിങ് എന്ന് പറയുന്ന ഒരു സ്പേസ് കാണും നമുക്ക്. നമ്മൾ സെർച്ച് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് ലിസ്റ്റ് ചെയ്ത് വരും അപ്പോൾ ആ ഹോം പേജിൽ. അതൊക്കെ എന്താണ്, ഈസിലി ആക്സസിബിൾ ആക്കും നമ്മുടെ വെബ് പേജിനെ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനെ. ദെൻ വിഷ്വൽ ഹൈറാർക്കി. എന്താണ് വിഷ്വൽ ഹൈറാർക്കി? The next principle that contributes to creating a successful and effective website is a visual hierarchy. വിഷ്വൽ ഹൈറാർക്കി എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. ഇതെന്താണ്? ഇറ്റ് മീൻസ് ദാറ്റ് contributes to creating a successful and effective website. Visual hierarchy is the order or sequence in which eye moves and perceives the things it sees. അതായത് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, അത് കഴിഞ്ഞിട്ട് അതിലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. അതൊക്കെയാണ് ഒരു സീക്വൻസ് ഓഫ് ലിസ്റ്റാണ് നമ്മളുടെ കണ്ണിൻ്റെ ആ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അതാണ് വിഷ്വൽ ഹൈറാർക്കി എന്ന് പറയുന്നത്. When it comes to a web page, the visual hierarchy can be referred to the sequence in which eye moves from one topic, കണ്ടന്റ് ഓർ ബ്ലോക്ക് ടു അനദർ. അതായത് ഓരോ ബ്ലോക്കിലേക്കും നമ്മുടെ ഐസിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ്, ആ ഒരു സീക്വൻസ് ഓഫ് മൂവ്മെൻ്റ് ആണ് നമ്മുടെ വെബ് പേജിൻ്റെ കാര്യത്തിൽ വിഷ്വൽ ഹൈറാർക്കി എന്ന് പറയുന്നത്. When designing a web page, a designer first need to identify the order of importance of the various topics and then place them in such a way that the visitor's attention first catch on most important things and then move on to the others in a hierarchical manner. അതായത് ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഡിസൈനറുടെ മനസ്സിൽ വരണം ഫസ്റ്റ് എന്താണ് നോട്ടീസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ലോഗോ ആണെങ്കിൽ ലോഗോയും കമ്പനിയുടെ പേരും ആണെങ്കിൽ അത് നല്ല ഫസ്റ്റ് ആയിട്ട് തന്നെ ഇമ്പോർട്ടൻസ് ആയിട്ട് തന്നെ നമ്മൾ പ്രിസൈസ് ചെയ്ത് ഹൈലി നോട്ടീസബിൾ ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഒരു വിസിറ്ററിൻ്റെ ലുക്ക് എവിടെ പോവും? ആ ഒരു ലോഗോയിലും കമ്പനിയുടെ പേരിലും പോവും. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇമ്പോർട്ടൻറ്റ്, എന്താണ് ഒരു വിസിറ്റർ നോക്കേണ്ടത് എന്ന് ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഡിസൈനറിൻ്റെ മനസ്സിലുണ്ടാവണം. അതനുസരിച്ച് വേണം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ സൈസും കളേഴ്സും ഇമ്പോർട്ടൻസും ഒക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടും. There are two ways to create a visual hierarchy as given below. 2 ടൈപ്സിലുള്ള
വിഷ്വൽ ഹയറാർക്കി ഉണ്ട്. ഏതൊക്കെയാണ്? ടു വേസ് ക്രിയേറ്റ് എ വിഷ്വൽ ഹയറാർക്കി. രണ്ട് തരത്തിൽ നമുക്ക് വിഷ്വൽ ഹയറാർക്കി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സൈസ് ഹയറാർക്കി ആൻഡ് കണ്ടന്റ് ഹയറാർക്കി. എന്താണ് സൈസ് ഹയറാർക്കി എന്ന് വെച്ചാൽ? സൈസ് ഹയറാർക്കി ഈസ് ദ കൈൻഡ് ഓഫ് ഹയറാർക്കി ഇൻ വിച്ച് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ് ഓർ ഇമേജ് ഈസ് ഓഫ് ദ ലാർജസ്റ്റ് size on a web page followed by the second most important content or image. അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റിന് കുറച്ച് സൈസ് കൂടുതൽ വെക്കുക, അത് കഴിഞ്ഞുള്ള ഇമ്പോർട്ടൻസിന് കുറച്ച് സൈസ് കുറച്ച് വെക്കുക. അങ്ങനെ സൈസിൻ്റെ ഒരു ബേസിസിലായിരിക്കണം ഹയറാർക്കി നമ്മൾ തീരുമാനിക്കേണ്ടത്. അതാണ് വിഷ്വൽ ഹയറാർക്കി. ദെൻ കണ്ടന്റ് ഹയറാർക്കി എന്താണ്? ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടന്റിൽ കൊടുക്കുക, കുറച്ച് കൂടുതൽ ലൈൻസിലോ ഒരു പാരഗ്രാഫിലോ ഒക്കെ കണ്ടന്റ് ആയിട്ട് കൊടുക്കുക. ഇമ്പോർട്ടൻസ് കുറവായിട്ടുള്ളത് ഒരു സെൻറ്റൻസോ ഒരു വേർഡ്സിലായാലും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്താൽ മതി. അതാണ് കണ്ടന്റ് ഹയറാർക്കി എന്ന് പറയുന്നത്. Then consistency. എന്താണ് consistency? Consistency implies matching of everything in a website such as heading sizes, font choices, coloring, button styles, spacing, design elements. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇപ്പോൾ എല്ലാ ബട്ടൺസും പല പല രീതിയിലായാൽ എന്താണ് നമുക്കൊരു ഒരു ഒരു ഇഷ്ടം തോന്നും, ഒരു അട്രാക്റ്റീവ്നെസ് തോന്നില്ല. അപ്പോൾ എല്ലാ ബട്ടൺസും ഒരു സ്റ്റാൻഡേർഡ് സൈസിലുള്ളതായിരിക്കണം, ഒരു സ്റ്റാൻഡേർഡ് സ്റ്റൈലിലുള്ളതായിരിക്കണം. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും ഒരു സ്റ്റാൻഡേർഡ്, ഒരു കൺസിസ്റ്റൻസി വേണം, കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. എവറിത്തിങ് ഷുഡ് ബി തീംഡ് to make it logical between pages and on the same page. അതായത് ഒരു സെയിം പേജിലുള്ള കാര്യങ്ങളൊക്കെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബട്ടൺ സ്റ്റൈൽ ആയാലും സ്പേസിങ് ആയാലും ഒരു കണ്ടന്റിൻ്റെ സ്പേസിങ് ഒരു തരത്തിൽ, വേറൊരു കണ്ടന്റ് വേറെ സ്പേസിങ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണ് കാണുമ്പോൾ തന്നെ ഒരു അട്രാക്റ്റീവ് തോന്നില്ല, നമുക്കൊരു ബാഡ് ഇംപ്രഷൻ ആയിരിക്കും തോന്നുന്നത്. അപ്പോൾ ഒരു ഗുഡ് ഇംപ്രഷൻ തോന്നണമെങ്കിൽ, നമുക്ക് മോർ അട്രാക്റ്റീവ് ആവണമെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. ഇറ്റ് മേക്സ് വെബ് പേജ് ഡിസൈൻ മോർ പ്രൊഫഷണൽ. എന്താണ്? ആ ഒരു വെബ് പേജ് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രൊഫഷണൽ ആയിട്ട് തോന്നും ഇതൊക്കെ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ. ദെൻ ലാസ്റ്റ് എന്താണ്? റെഗുലർ ടെസ്റ്റിംഗ്. ഒരു വെബ് പേജ് പ്രൊഫഷണലായിട്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് റെഗുലറായിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ കാണുന്ന എറേഴ്സ് ആയിരിക്കില്ല നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും തവണ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മോർ ആയിട്ടുള്ള എറേഴ്സ് ആയാലും എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ടെസ്റ്റ് ഇയർലി ആൻഡ് ടെസ്റ്റ് ഓഫൺ ഓർ TETO എന്ന് പറയുന്നത് ഈസ് ആൻ അനദർ വെബ് ഡിസൈൻ പ്രിൻസിപ്പിൾ ദാറ്റ് ഓൾ ഡിസൈനേഴ്സ് ആൻഡ് വെബ്സൈറ്റ് ഓണേഴ്സ് മസ്റ്റ് കൺസിഡർ. ടെസ്റ്റ് ഏർലി ആൻഡ് ടെസ്റ്റ് ഓഫൺ എന്ന് പറയുന്നത് ഒരു വെബ് ഡിസൈനിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. അത് എല്ലാ വെബ് ഡിസൈനേഴ്സും വെബ്സൈറ്റ് ഓണേഴ്സും കൺസിഡർ ചെയ്യേണ്ട ഒന്നാണ്. എന്ന് വെച്ചാൽ എന്താണ്? കണ്ടക്ടിങ് യൂസബിലിറ്റി ടെസ്റ്റ് എവറി നൗ ആൻഡ് ദെൻ പ്രൊവൈഡ് ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് ആൻഡ് ഇൻസൈറ്റ് ഇൻ ടു മെനി കൈൻഡ്സ് ഓഫ് പ്രോബ്ലംസ് ആൻഡ് കോംപ്ലിക്കേഷൻസ് റിലേറ്റഡ് ടു എ വെബ്സൈറ്റ് ഡിസൈൻ. നമ്മൾ എത്ര പ്രാവശ്യം നമ്മുടെ വെബ്സൈറ്റ് ടെസ്റ്റ് ചെയ്യുന്നു, എത്ര പ്രാവശ്യം നമ്മൾ പ്രോബ്ലംസ് കണ്ടുപിടിച്ച് അതിനെയൊക്കെ സോൾവ് ചെയ്യുന്നു, അതൊക്കെ എന്താണ്? നമ്മുടെ വെബ്സൈറ്റിനെ മോർ റീഡബിളും മോർ സിമ്പിളും മോർ അട്രാക്റ്റീവും ആക്കുന്നു. Certain problems may come up in a website which may go unnoticed if regular testing is not done. ഒരു റെഗുലർ ആയിട്ടുള്ള ടെസ്റ്റിംഗ് ഇല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ആക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ റെഗുലർ ടെസ്റ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കോമൺ പ്രോബ്ലംസ് നമുക്ക് കണ്ടുപിടിക്കാനും അത് സോൾവ് ചെയ്യാനും പറ്റുള്ളൂ. Gradually they may create issues that could be driving visitors away. ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എന്താണ്? നമ്മൾ റെഗുലറായിട്ട് ടെസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മുടെ വെബ്സൈറ്റിന് കാണും. അതുകൊണ്ട് എന്താണ്? പെട്ടെന്ന് തന്നെ നമ്മുടെ വിസിറ്റേഴ്സിനെ നോട്ടീസ് ചെയ്യാൻ പറ്റും അതല്ലേ? അപ്പോൾ അവർ പിന്നീട് ആ ഒരു വെബ്സൈറ്റിലേക്ക് അവർ വരുമോ? ഇല്ല. ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ട്, പിന്നെയും നമ്മൾ ആ വെബ്സൈറ്റ് ഒരിക്കലും വിസിറ്റ് ചെയ്യില്ല. അപ്പോൾ വെബ്സൈറ്റ്സ് കോൺസ്റ്റൻ്റ്ലി നീഡ് അപ്ഗ്രേഡ്സ് ആൻഡ് അപ്ഡേറ്റ്സ് സോ ആസ് ടു മെയിൻറ്റെയിൻ ദ വിസിറ്റർ ഫുഡ് സ്റ്റെപ്സ് ആൻഡ് കസ്റ്റമർ ഇൻട്രസ്റ്റ്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ചും വിസിറ്റേഴ്സിൻ്റെ ഒരു ഇൻട്രസ്റ്റിനനുസരിച്ചും നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. സോൾവിങ് എറേഴ്സ് ഡ്യൂറിങ് പ്രോസസ് ഈസ് ലേസ്റ്റ് എക്സ്പെൻസീവ് റാദർ ദാൻ ലേറ്റർ. അതായത് കുറേ നാൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വെബ്സൈറ്റ് കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്താണ്? പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് എറേഴ്സ് സോൾവ് ചെയ്യുന്നതായിരിക്കും. Another point to be keep in mind that testing is an iterative process, which means that designers must first design ചെയ്യുക, പിന്നെ ടെസ്റ്റ് ചെയ്യുക, then fix errors, പിന്നെയും ടെസ്റ്റ് ചെയ്യുക. ഇതാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. റെഗുലർ ടെസ്റ്റിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിസൈനേഴ്സ് ഫസ്റ്റ് ഡിസൈൻ, then ടെസ്റ്റ്,
then fix the errors and test again. There is a strong chance that there may be some problems that were not solved the first time because of diversion of attention to other major issues. ഫസ്റ്റ് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ പ്രോബ്ലംസും നമുക്ക് നോട്ടീസ് ആവണം എന്നില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുന്നത് മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ ചെറിയ ചെറിയ പ്രോബ്ലംസ് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മേജർ ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, പിന്നെയും പിന്നെയും ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ ഒരു പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അത് സോൾവ് ചെയ്യാനും നമ്മുടെ വെബ്സൈറ്റിനെ മോർ അട്രാക്റ്റീവ് ആക്കാനും റീഡബിൾ ആക്കാനും നമുക്ക് കഴിയുന്നു.